കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു ഭക്തൻ്റെ, നമ്മുടെ ഗുരുവായൂർ ഓൺലൈനിൻ്റെ ഒരു ഭക്തൻ്റെ അനുഭവം, ആ, അതിൻ്റെ ആഗ്രഹ സാഫല്യം ഉണ്ടായ ദിവസമാണെന്ന്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരം ശ്രീപത്മനാഭൻ്റെ നാട്ടിൽ നിന്നും നമ്മുടെ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലേക്ക് എത്തി. അതായത് ഒരു കർഷകൻ, കർഷകൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന അപ്പോൾ അദ്ദേഹം ഒരു കദളിവാഴ വെച്ചു. കദളിവാഴ വെച്ചപ്പോൾ വളരെ ശോഷിച്ച് കുറച്ച് വാഴകളൊക്കെ ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, ആദ്യത്തെ കദളിപ്പഴം ഉണ്ടായാൽ അത് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് എത്തിച്ചോളാം. ആള് വിചാരിച്ചു ഇതിപ്പോൾ എങ്ങനെ എത്തിക്കുക, അല്ലെങ്കിൽ എപ്പോൾ ഉണ്ടാവും, അതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാഴ്ചയാണ്. ആദ്യം ഉണ്ടാവുന്ന പഴം, കദളിപ്പഴം, കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ. അപ്പോൾ അത് കണ്ണന് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചു, നേർന്നു. അങ്ങനെ വളവും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കുറച്ച് കാലങ്ങളായി. അങ്ങനെ അവസാനം ആ വാഴ കൊലച്ച് നോക്കുമ്പോൾ അതിവിശേഷമായ നല്ല വലിപ്പത്തിൽ, സാധാരണ കദളിക്കുലകളെ കാട്ടിലും ഒരുപാട് വലിപ്പം കൂടിയ നല്ല പുഷ്ടിയുള്ള ഒരു കദളിപ്പഴക്കുല അങ്ങനെ അതുണ്ടായി. അത് ഉണ്ടായി നോക്കുമ്പോൾ അദ്ദേഹത്തിന് അധികം ദൂരത്തേക്കൊന്നും അങ്ങനെ വരാനൊന്നും വയ്യാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്താ ചെയ്യുക ഇനിയിപ്പോൾ, കദളിക്കുല തിരുവനന്തപുരത്തു നിന്ന് ഗുരുവായൂരെത്തണമല്ലോ കണ്ണനെ സമർപ്പിക്കാൻ. അങ്ങനെ വേറെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ആളിങ്ങനെ ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ ഒക്കെ പോകുന്ന ആളാണ്. അദ്ദേഹം പറയുകയാണ്, എന്നാൽ പിന്നെ ഞാൻ പോകുന്നുണ്ട് ഗുരുവായൂർക്ക്. അങ്ങനെ ഞാൻ ഗുരുവായൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പറയണതേ, എനിക്ക് ഒരു കാര്യമുണ്ട്, എൻ്റെ ഒരു കദളിക്കൊല അങ്ങോട്ട് ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിലേക്ക് എത്തിക്കണമെന്ന്. അദ്ദേഹം വിചാരിച്ചു ആ ചെറിയ കൊലയായിരിക്കുമല്ലോ, കുഴപ്പമില്ല, ഒരു ഛേദമില്ലാത്ത ഉപകാരമല്ലേ, ഗുരുവായൂരപ്പനല്ലേ. നോക്കിയപ്പോൾ എന്താ വലിയ കൊലയാണ്. ആ വലിയ കൊല, അതിൻ്റെ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കദളിക്കൊല, അങ്ങനെ തന്നെ പറയാം, മുഴുത്ത കദളിക്കൊല. അപ്പോൾ അത് അദ്ദേഹം അവിടുന്ന് പോരുകയാണ്. അപ്പോൾ അത് ഏറ്റാൻ മാത്രമുണ്ട്. അങ്ങനെ കൊണ്ടുവരണു. ആദ്യം ട്രെയിന് അവിടുന്ന് കയറി അവിടെ എത്തി, തൃശ്ശൂർ ഇറങ്ങി. തൃശ്ശൂരിൽ നിന്ന് അടുത്ത ട്രെയിനിന് ഗുരുവായൂരെത്തിയപ്പോൾ നോക്കുമ്പോൾ അവിടുന്ന് കൊണ്ടുവരാൻ ഓട്ടോ കാണാമല്ലോ, എന്നൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണല്ലോ. അങ്ങനെ അദ്ദേഹം കുറച്ച് അതുമായിട്ട് ചുമലിൽ വെച്ചിട്ട് നടന്നു പോരുകയാണ്. ആള് ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസുകാരനാണ്, അത്യാവശ്യം നല്ല ഗ്രേഡിലുള്ള ആൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ആ നിശ്ചയദാർഢ്യം കൊണ്ട് അത് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് കഴിയപ്പോൾ, ഇത് കണ്ണൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവുകളാണ് കേട്ടോ പറയുന്നത്. കുറച്ചെത്തിയപ്പോൾ ഓട്ടോ വന്നു. അങ്ങനെ ഇവിടെ കൊടുന്നു കണ്ണൻ്റെ മുന്നിൽ അങ്ങോട്ട് സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനും സന്തോഷം. ആ കൊടുത്ത ആഴ്ചയാളെ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു. അയാൾക്കും പരമാനന്ദം. കാരണം കൊടുത്തു വിട്ടപ്പോൾ തന്നെ ആളിത് എത്തും എന്നുള്ളത് അറിയായിരുന്നു. ആ കണ്ണൻ്റെ സമക്ഷത്തിൽ കദളിക്കുല എത്തിയപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, ആഗ്രഹ സാഫല്യം ആ കൊടുത്തയച്ച ആൾക്കും അതുപോലെ കിട്ടിയ ആ കൊടുത്ത ആൾക്കും വളരെ നല്ലൊരു കാര്യമായി. മറ്റൊന്നുമല്ല, കദളിക്കുല വെച്ചിട്ട്, അതായത് കദളിവാഴ വെച്ചിട്ട് നോക്കിയപ്പോൾ വലുതായ ആ ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല, ശോഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ കണ്ണന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എവിടുന്നാന്നറിയില്ല അതിങ്ങനെ വലുതായി, ആ വാഴ നല്ല പുഷ്ടിയായി. അതിലുണ്ടായ ആ കുലയും വളരെ നല്ല ഒരു കുലയായി. പിന്നെ എത്രയും ദൂരത്തുനിന്ന് ഇവിടെ എത്താനും ഓരോരോ നിമിത്തങ്ങൾ. അതാണ് കണ്ണനെ കൊടുക്കാമെന്ന് എന്തേറ്റാലും അത് കൊടുത്തിരിക്കണം. അതെങ്ങനെയെങ്കിലും അദ്ദേഹം വാങ്ങും. അതിൻ്റെ ആ ഒരു സൂചനകളാണ് ഇപ്പം ഇന്നത്തെ ഒരു അനുഭവം, ആ ഒരു ഭക്തൻ്റെ അനുഭവം. എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. അതുപോലെ പലരുടെയും അനുഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. അതൊക്കെ പറയാം, നമുക്കിങ്ങനെ ഒഴിവുപോലെ ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ആ ഗുരുവായൂരപ്പൻ നിറഞ്ഞു നിൽക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.